ചേച്ചി നീന്തൽ അറിയാത്തവർ ചോദിക്കുക, ഒരു 3-4 മെഡൽ എനിക്ക് തന്നോടെ? നീ തൊടാതെ 1 മണിക്കൂർ നീന്തണം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 2 മണിക്കൂർ. അന്ന് എന്നോട് സിനിമയിൽ അഭിനയിക്കാൻ ഷാജി കൈലാസ് പറഞ്ഞിട്ട് ഞാൻ സിനിമ വേണ്ടാന്ന് പറഞ്ഞ ആളാണ്. സ്പെഷ്യൽ മെഡൽസ് ഏതൊക്കെയാണ് ചേച്ചി? ഇതാണ് ഇന്റർനാഷണൽ ചെയ്ത് 2 ഗോൾഡ്, 1 വെള്ളി. ഇത് പുഴ നീന്തി കടന്ന. ഇത് 5000 മീറ്റർ ഞാൻ സെക്കൻഡ് അടിച്ചത്. പിന്നെ നാഷണൽ ഗോവ, ഇത് ഗോവയിൽ. ഇത് ഇവർ തന്നെ ഇന്റർനാഷണൽ നാഷണലാണ്. ഇത് കേരള ഗവൺമെന്റിൻ്റെയാണ്. ഇത് കേരള ഗവൺമെന്റിന്റെ കോമ്പറ്റീഷനിൽ പോയിരുന്നു. അത് ഭോപ്പാലില്, പിന്നെ വിമല കോളേജ് തൃശ്ശൂർ. ട്രോഫികളൊക്കെ പണ്ട് തൊട്ടുള്ള ട്രോഫികളായിരിക്കും അല്ലേ ഇതെല്ലാം? ഇല്ല, ഇത് എൻ്റെ ജോലി സ്ഥലത്തു നിന്ന് കുറെ ട്രോഫികളുണ്ട്. അതിൽ മിക്സിംഗ് ആണ്, കുറെ അനുമോദനങ്ങളുടെയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. അന്താരാഷ്ട്ര നീന്തൽ മത്സരങ്ങൾ ഉൾപ്പെടെ നിരവധി മത്സരങ്ങളിലൂടെ ഒരുപാട് അവാർഡുകളും മെഡലുകളും ആയിക്കോട്ടെ ചേച്ചി നോർത്ത് ബാംഗ്ലൂരിൽ ഉള്ള ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ചേച്ചിയെ പറ്റി ഒരുപാട് അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. ആദ്യമായിട്ട് അറിയേണ്ട ചേച്ചി എങ്ങനെയാണ് ഈ ഒരു നീന്തൽ എന്നൊരു, അധികം ആരും പ്രത്യേകിച്ച് ലേഡീസ് ആ ഒരു കാലഘട്ടത്തിൽ, ചേച്ചിയുടെ ഒരു പ്രായത്തിൻ്റെ കാലഘട്ടത്തിൽ മത്സരങ്ങളിലേക്കൊന്നും കടക്കാത്ത ഒരു കാലമാണ്. അപ്പം അങ്ങനെ എങ്ങനെയാണ് ഈ നീന്തലിലോട്ട് കൂടുതൽ താല്പര്യം? അത് സഹോദരങ്ങൾ കൂടുതലുള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ എൻ്റെ വീട് ഗ്രാമമാണ്. അവിടെ ഒട്ടനവധി കുളങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് പോലെയല്ല, കളിക്കാനൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ഒരു ഇത് അന്തരീക്ഷത്തിലുള്ള ഒരു ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെയുള്ള മൈൻഡായിരുന്നു. കൂട്ടുകാരൊക്കെ ഇപ്പോൾ സ്കൂളിൽ കുളമൊക്കെ വെട്ടി ഇടുമ്പോൾ അന്ന് തുടങ്ങി വലിയ ഇൻട്രസ്റ്റാണ് ഇങ്ങനെ നീന്താൻ. അങ്ങനെ നീന്താൻ ഇഷ്ടം തുടങ്ങി. ഇതൊരു മത്സരമായിട്ട് കണക്കാക്കി പോകാൻ അങ്ങനെ ഈ നീന്തൽ ഇങ്ങനെ കൊച്ചിലെ തൊട്ട് എത്ര വയസ്സിലാണ് ചേച്ചി നീന്തലിലേക്ക് വന്നത്? എനിക്ക് ഓർമ്മ വെച്ചാലും നീന്തിയതായിട്ടാണ്. അത് വയസ്സ് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതാണ്ട് എനിക്ക് കുളം ഭയം തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നീന്തിയത് ഓർമ്മയില്ല എത്ര പ്രായമൊന്നും. ഇതൊരു മത്സരമായിട്ട് കണക്കാക്കാൻ അതിലേക്ക് പോകാനുള്ള കാരണം അത് അന്ന് ചേച്ചിമാരൊക്കെ ആയിട്ട് ഇങ്ങനെ കുളിക്കുമ്പോ ആ സമയത്തൊരു മത്സരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാമതെത്തണം എന്നൊക്കെ കരുതി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ അന്ന് മത്സരമൊന്നും ഇല്ല, അങ്ങനത്തെ കാലമായിരുന്നു. പിന്നെ ഈ പ്രൊഫഷണലി ഇങ്ങനെ ഒരു മത്സരങ്ങളിലേക്ക് പോകാൻ ചേച്ചി കൂടുതൽ ആകർഷണം തോന്നിയത് ഏതെങ്കിലും അങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ പോകുന്നത്, അതോ? 2022 ശരിക്കും ചാനലുകളിൽ ഈ കൈയും കാലും ഇല്ലാത്ത കുട്ടികളെ, ഒരു കാല് ഇല്ല 2 കൈ ഇല്ലാത്ത കുട്ടികളെ നീന്തിക്കുന്നത് ഇവിടെ ആലുവ പുഴയിൽ ചാനലിൽ കൂടെ കാണാനിടയായി. അപ്പോൾ എനിക്ക് എൻ്റെ ആ മോഹം പുഴ നീന്തി കടക്കണം എന്നൊരു ചെറുപ്പത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ഒരു വിജയൻ മാഷ്, എൻ്റെ അച്ഛൻ കോട്ടപ്പുറം ചന്തയിലെ അരിക്കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ കോട്ടപ്പുറം പുഴ അക്കരയ്ക്ക് നീന്തി കടന്ന കാര്യം വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നീന്തണം അച്ഛാ, ആ പുഴ നീന്താൻ എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പെൺപിള്ളേരൊന്നും അങ്ങനെ ചെയ്യുന്നു. ആ ഒരു മോഹം അങ്ങനെ കിടന്നിരുന്നു എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ആ സാറിനെ വിളിക്കുകയായിരുന്നു. ഇങ്ങനെ എനിക്ക് നീന്താനൊരു അവസരം, ഒരു മാസ്റ്റർ വേണമല്ലോ സാറേ, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഫോൺ വിളിച്ചു. സാർ പറഞ്ഞ് നീന്താൻ അറിയുന്നവരൊന്നും ഇവിടെ എടുക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അവിടെ പോയപ്പോൾ സാറിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ LKG കുട്ടികളെ തുടങ്ങിയാണ് അവിടെ നീന്തിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ നീന്താത്ത
നീന്തി പുഴടക്കാത്ത ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നല്ലേ ഈ കൊറോണയിൽ. അപ്പോൾ നീന്തി കിടക്കാൻ അവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിഗ്രി പിള്ളേരായിട്ട് കിടന്നിരുന്നു. അവിടേക്കാണ് നീന്തി ചെന്നു. ആ വീക്കിൽ ആ കയ്യില്ലാത്ത കുട്ടിക്ക് ഓണറിങ് ഉണ്ടായിരുന്നു ദുബായിൽ. ആ സമയത്ത് സാർ ഒരാഴ്ചക്കുള്ളിൽ നീന്തിപ്പിക്കാൻ നിങ്ങളെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് നടന്നില്ല. സാറ് ദുബായിലൊക്കെ പോയി വന്നപ്പോൾ അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് പുഴ നീന്തി കിടക്കണമെങ്കിൽ. അത് റിസ്കി സംഭവമാണ്. അപ്പോൾ സാറിന് ചെയ്തു തരാൻ പറ്റും. ഈ കുളത്തിൽ നീന്തി പഠിച്ച ചേച്ചിക്ക് ഈ പുഴയിൽ നീന്താനിൻ്റെ ധൈര്യം എങ്ങനെ വന്നു? കുളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കുളമില്ല. കുളം നല്ല വലിയ കുളങ്ങളാണ്. എൻ്റെ വീട്ടിൽ അല്ല, പുഴയാകുമ്പോൾ അടിയൊഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. അടിയൊഴുക്ക് ഞങ്ങൾ ഗ്രൂപ്പായിട്ട്, അതുകൊണ്ടാണ് ഒരു മാസ്റ്റർ ആണെന്ന് കരുതിയിരുന്നത്. അടിയൊഴുക്ക് നമുക്ക് ശരിക്കും ഇങ്ങനെ വർഷക്കാലത്തും വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സാറ് ആ റിസ്ക് നല്ല അടിയൊഴുക്കുള്ള സമയത്ത് ഞങ്ങൾക്ക് നീന്താൻ നീന്തിയിട്ടില്ല, പുഴയിൽ നീന്തിയിട്ടില്ല. ഇല്ല, പുഴയിൽ നീന്തിയിട്ടില്ല. അത് വെള്ളത്തിൽ നീന്തുന്ന ആൾക്കാർക്ക് വീഗാലാൻഡിലൊക്കെ പോയി നീന്തി അങ്ങനെ ആ ഇടയ്ക്ക് തൊട്ട് മുമ്പായിട്ട് വീഗാലാൻഡിലൊക്കെ നീന്തിയിട്ടുണ്ട് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ. പക്ഷെ അടിയൊഴുക്ക് ഒരു നീന്തൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നല്ല അധികം വെള്ളം എന്നൊന്നും ചിന്തിക്കില്ല. അവർ മുകളിൽ കൂടെ അല്ലേ നീന്തുന്നത്. അടിയിലേക്ക് പോകുന്നൊരു ചിന്ത ചേച്ചിയുടെ ഈ ഫോട്ടോ ഒക്കെ ഈ മാഗസിൻ്റെ ഇതിൽ വന്നിട്ടുണ്ടല്ലോ, അത് എങ്ങനെയാണ് അങ്ങനെ ഒരു ഇതിലേക്ക്? അതെ, ഞാൻ 2007 ഞാൻ ജോലി ഞാൻ LIC-യിലായിരുന്നു. 32 വർഷം ഞാൻ LIC. ഇപ്പോഴും LIC തന്നെയുണ്ട്. പക്ഷെ കൂടുതൽ എനിക്കിപ്പോൾ ഇതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് ബിസിനസ്സൊക്കെ 32 കൊല്ലമൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതുകാരണം കൊണ്ട് അതൊക്കെ നിർത്തി വെച്ചിട്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LIC ഞാൻ മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് അത്രയും കൊല്ലം ഞാൻ ചെയ്തപ്പോൾ പിന്നെ ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ എവിടെയൊക്കെ പോയി പിന്നെ നീന്തലിൻ്റെ ഇതിൽ എവിടെയെല്ലാം പോയിട്ടുണ്ട്? ഫസ്റ്റിൽ ഞാൻ പോയത് വടുതല സ്റ്റേറ്റാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ നാഷണൽ ഗോവയിൽ പോയി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റേറ്റ് വന്നു. വേറെ പല ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഭോപ്പാലിൽ പോയി നാഷണൽ, പിന്നെ പഞ്ചാബ് പോയി. പിന്നെ ഇവിടെ തന്നെ വേറെ സ്റ്റേറ്റ് മാത്രം ചെയ്യണവരുണ്ട്. അവരെ ഇങ്ങനെ ഇടയ്ക്ക് അവർ വിളിക്കുമ്പോൾ അവരറിയിക്കും. നമുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. ആ പല ഗ്രൂപ്പുകളും പല ഓർഗനൈസേഷനാണ്. അപ്പോൾ നാഷണൽ പോകും, സ്റ്റേറ്റ് കിട്ടുമ്പോൾ നാഷണൽ പോകും. ഒരു സ്റ്റേറ്റ് കിട്ടി നമുക്ക് നാഷണൽ പിന്നെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. സ്റ്റേറ്റ് ചെയ്തോ എന്നൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഒരു നാഷണൽ ചെയ്തപ്പോൾ അന്ന് തുടങ്ങി ഇൻ്റർനാഷണൽ വരുമ്പോൾ പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. 4-5 ഇൻ്റർനാഷണൽ കിട്ടി എനിക്ക്. പക്ഷെ അന്നൊക്കെ മലയാളികൾ അധികം പോകാറില്ല. അപ്പോൾ കൂട്ടില്ലാത്തതുകൊണ്ടാണ് പോകാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ പോയതും ഒറ്റയ്ക്കാണ്, ആരുണ്ടായിരുന്നില്ല. പിന്നെ ഇതിലല്ലാണ്ട് മറ്റ് സ്പോർട്സ് പരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചേച്ചി താല്പര്യം? ചെറുപ്പത്തിലെ എനിക്ക് എല്ലാ ആഗ്രഹവും നിങ്ങളായിരുന്നു. ഏത് സ്കൂൾ ലെവലിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെന്ന് മെമ്മോ വരുമ്പോഴപ്പോൾ പേര് കൊടുക്കും. അങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു. കലാപരിപാടികളാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും അതിൽ പെടുന്ന എന്ത് കാര്യമാണെങ്കിലും മുൻപന്തിയിൽ നിൽക്കാൻ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ത്രോസായിരുന്നു അവസാനം ഞാൻ ചെയ്തിരുന്നു. ആദ്യം ഓടുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് വെയിറ്റ് കൂടി വരും. പ്രാക്ടീസ് ഒന്നും നമുക്ക് കിട്ടുമൊന്നുമില്ല. ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിലും ആൺപിള്ളേർക്കുള്ളതാണ് ഗ്രൗണ്ട്. അപ്പോൾ അതാരം കൊണ്ട് പെൺപിള്ളേരന്നൊക്കെ അത്രയ്ക്കും ശിക്ഷണത്തിൽ വളർത്തിയത് കൊണ്ട് ഗ്രൗണ്ടൊന്നും കിട്ടാത്തതുകൊണ്ട് വെയിറ്റൊക്കെ അങ്ങനെ തന്നെ നിന്നു. അതാരം കൊണ്ട് പിന്നെ ത്രോസിലേക്ക് മാറി. അപ്പോൾ പിന്നെ ത്രോസിൻ്റെ ജില്ലാടിസ്ഥാനത്തിൽ സ്റ്റേറ്റിലൊന്നും ഞാൻ പോയിട്ടില്ല. ഒക്കെ പോയിട്ടുണ്ട്. കോളേജിൽ പോയപ്പോൾ ഡിസ്കസ് ത്രോ, ഷോർട്ട് പുട്ടിലൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേഷൻ. അപ്പോൾ എനിക്ക് ഫസ്റ്റൊക്കെ തന്നെ 2നും കിട്ടുമായിരുന്നു. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ ആൺപിള്ളേർ കളിയാക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നപ്പോൾ ത്രോസൊക്കെ ചെയ്യാമെന്ന് എൻ്റെ ഫ്രണ്ട്സ്, സ്വിമ്മിങ് ഫ്രണ്ട്സൊക്കെ പറയും. ഇത്തിരി കൂട്ടായ്മ കൂടുതൽ വരുന്നത് വെള്ളത്തിൽ നിന്നുമ്പോൾ കൂട്ടായ്മ വരും. വെള്ളത്തിൽ കിടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ കരയിൽ ഇങ്ങനെ അത് ചെയ്യണം നല്ലതാണ്, കുറച്ച് കൂട്ടുകാരെ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ
അങ്ങനെ ഞാൻ അത്ലറ്റിക്കിലേക്ക് നീങ്ങിയിട്ട് എനിക്ക് മഹാരാജാസ് കോളേജിലെ സ്റ്റേറ്റിൽ ഞാൻ 5000 മീറ്റർ ഓടാനാണ് വെച്ചത്. അല്ല, നടക്കാനാണ് കൊടുത്തത്. പക്ഷെ ഞാൻ ചെന്നപ്പോൾ നേരെ വയ്യായിരുന്നുകൊണ്ട് എനിക്ക് 5000 മീറ്റർ ഓടാൻ എന്തെങ്കിലേക്ക് ഓപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ 5000 മീറ്റർ ഓടുന്നതിലേക്ക് ഓടി എനിക്ക് സെക്കൻഡ് കിട്ടി. എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് അത് എൻ്റെ വെയിറ്റ് വെച്ച് എനിക്ക് 5000 മീറ്റർ ഓടാൻ പറ്റൂല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ ഇറങ്ങി 3 മണിക്കാണ് ശരിക്കും നല്ല ചൂടുള്ള സമയം. കാലുമ്മ ഷൂ ഇട്ടില്ല ഞങ്ങൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെയിറ്റ് കാലിൻ്റെ കിട്ടണതുകൊണ്ട് ഷൂ ഇടാണ്ട് ഞങ്ങൾ ഓടി. അപ്പോഴും എനിക്ക് എൻ്റെ ഉറപ്പുണ്ടായിരുന്നത് പ്രകൃതി സ്നേഹിയും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന ജൈവകൃഷിയുടെ ആചാര്യനായ MG യൂണിവേഴ്സിറ്റിയുടെ സർ ശ്രീ KV ദയ എന്ന് പറഞ്ഞ സാറിൻ്റെ ഒരു 20 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാറ് PH ലെവലിൽ ബോഡിയിൽ നിലനിർത്തുന്നതും ആരോഗ്യത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഒരു ആധികാരികമായി നമുക്ക് കിട്ടിയൊരു വലിയ വാഗ്ദാവമാണ് അത്. ഇതിനെക്കുറിച്ചൊരു വാക്കുകൂടെ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ 5000 മീറ്റർ എനിക്ക് ഓടാൻ പറ്റിയത്. 8 റൗണ്ടാണ് MG യൂണിവേഴ്സിറ്റിയുടെ ഈ മഹാരാജാസ് കോളേജിൻ്റെ 8 റൗണ്ട് ഞാൻ എടുത്തു വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് 79 വെയിറ്റാണ്. അപ്പോൾ അത് സാറിൻ്റെ തന്നെ കഴിവാണ്. അതന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ നീന്തിയതിനേലും ഇന്റർനാഷണൽ കിട്ടിയതിന് തുല്യമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാർ 5000 മീറ്റർ ഓടി എത്തിയത്. നീന്തലും സാറിൻ്റെ ചില ഒരു ടിപ്സുകളൊക്കെ ഉണ്ട് PH ലെവലിൽ നിലനിർത്താൻ വേണ്ടി. അതാണ്, അല്ലെങ്കിൽ ഈ ബോഡി അങ്ങനെ എത്തൂല. പിന്നെ ഇതില് ഫാമിലിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഉള്ളുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കോപ്പറേറ്റീവാണ്. എല്ലാത്തിനും പോണതിന് നോ പറയൂല. ഒക്കെ മൗന സമ്മതമായിട്ട് എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് വിജയ ഹസ്ബൻഡൊക്കെ സമ്മതിക്കുന്നുണ്ടാവും. പിള്ളേർ പിന്നെ അങ്ങനെ അത്രയ്ക്കും ഉണ്ടാവൂലല്ലോ. അതുകൊണ്ട് അവ പറഞ്ഞ് ഇഷ്ടമാണ്, എല്ലാം ചെയ്യണത് ഇഷ്ടക്കുറവൊന്നുമില്ല. എല്ലാം സഹകരണത്തിൽ. ഈ മത്സരത്തിനൊക്കെ പോയത് ഏത് പ്രായം തൊട്ടാണ്? മത്സരത്തിന് ഞാൻ പോയത് ഇപ്പോൾ 2000 ഈ സ്കൂൾ ലെവൽ കഴിഞ്ഞിട്ട് ഞാൻ മത്സരത്തിന് പോയത് ഈ 2022 അത്രേ ഉള്ളൂ. അപ്പം എന്നോട് ചോദിക്കും, ഞാൻ ഇവിടെ 1-2 സ്ഥലത്ത് ബോർഡിലുണ്ട്. അപ്പോൾ അവർ ചോദിക്കും 2022 ഇങ്ങനെ ചോദിക്കും. അത് ഞാൻ എല്ലാ ദിവസവും നീന്താൻ പോകും. എന്നെ ഒറ്റയ്ക്ക് പോയി വിഷമിച്ച് നിന്നിട്ടുണ്ട് ഞാൻ. എൻ്റെ കൂടെ ആരുമില്ലാതെ ലോൺലെസ് ഭയങ്കര. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. പല ലേഡീസിനോട് ഞാൻ ചോദിക്കും, ഒന്ന് കൂടെ അറിയുന്നവരുണ്ടാവും. അപ്പോൾ അവരോട് ഒന്ന് വരുമെന്ന് ചോദിക്കും, പണ്ട് പഠിച്ചവരൊക്കെ. അപ്പോൾ പറയും വരാൻ ആഗ്രഹമുണ്ട് വീട്ടിൽ, അങ്ങനെ കുട്ടികൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നീന്തണത് കുറേ ദിവസം എത്തുമ്പോഴേ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം നമുക്കൊരു വിഷമമല്ലേ. അങ്ങനെ അതും ഓവർകം ചെയ്ത് ഞാൻ അത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. ഈ 3 കൊല്ലത്തിൽ ചിലപ്പോൾ 10 ദിവസം അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പോകാതിരുന്നിട്ടുള്ളത്. ഇപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ പോകേണ്ടതാണ്. നിങ്ങൾ വന്നുകൊണ്ടാണ്. ഇന്ന് ഈ യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് ന്യൂമറസ് ആണ്. എന്നിട്ട് പോലും ഞാൻ എന്താ പനിയൊന്നുമില്ല എനിക്ക്. അല്ല, ഡോക്ടർ ചോദിച്ച് പനി ഉണ്ടോയെന്ന് ചോദിച്ചില്ല. പനിയൊന്നുമില്ല, ഒരു അസുഖവുമില്ല. എനിക്ക് ന്യൂമറസ് ആണ് ഈ ഇത് എന്താ പറയുക, യൂറിനറി ഇൻഫെക്ഷൻ. പിന്നെ ഈ ഓട്ടം അന്ന് ഒരു സമ്മാനം കിട്ടിയില്ലേ, സെക്കൻഡ് പ്രൈസ് അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്കും കൂടെ പോകണമെന്നൊരാഗ്രഹം തോന്നിയില്ലേ? അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാരത്തോൺ നമ്മുടെ ഈ ഇവിടുത്തെ മാളയിലെ സ്കൂളിൽ മദ്യമല്ല മയക്കുമരുന്നിനെതിരെ 3 കിലോമീറ്റർ വീണ്ടും ഓടി. അപ്പോൾ അവിടെ പ്രൈസ് ഒന്നല്ല, അവിടെ അങ്ങനത്തെ ഒരു ഇതിന് 3 കിലോമീറ്റർ ഓടി. അവിടെ മെഡൽ ഒക്കെ തന്നു. അതും അവിടെ ഉള്ളവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. വെളുപ്പിന് പോയി. അവിടെ 5:30 ഇവിടെ നിന്ന് പോയാൽ മാളയിൽ 6:30 5:30 മുമ്പ് പോയാൽ 6 മണിക്കൊക്കെ എത്തുള്ളൂ. 6:15 എത്തുള്ളൂ. എനിക്ക് ശരിക്കും പറയും ഈ വഴിക്ക് റൂട്ട് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഞായറാഴ്ച അവരെ ചോദിച്ച് പോയി. അങ്ങനെ അത് ചെയ്തു. 5 കിലോമീറ്റർ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ 3 കിലോമീറ്റർ എടുത്തുള്ളൂ. പിന്നെ സ്പോർട്സ് മാത്രമല്ലാണ്ട് കലാപരമായ കാര്യങ്ങളിലൊക്കെ
എന്ന് താല്പര്യമുണ്ടോ, അതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറിയ 1 തുടങ്ങി 4 വരെ ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ 5 തുടങ്ങി 10 വരെയുള്ള സ്കൂൾ കണ്ടപ്പോൾ എനിക്ക് ആ സ്കൂളിലേക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ആ സ്കൂളുണ്ട് അപ്പോൾ അവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ അവിടെ കലാതിലകം, എൻ്റെ പ്രായമുള്ള കുട്ടിയൊക്കെ കലാതിലകം ആകുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കലാതിലകം ആവണമെന്ന്. അപ്പോൾ ഞാൻ സ്കൂളിൽ ഡാൻസ് ചെയ്യാനൊക്കെ ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പം സിനിമയിലൊക്കെ കാണുന്ന ഡാൻസൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുന്നല്ലാതെ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോഴിങ്ങനെ ഒരു അവസരം കിട്ടി, ഇങ്ങനെ ഭരതനാട്യം പഠിപ്പിക്കാൻ ഒരു സാറ് വരുമെന്ന് പറഞ്ഞപ്പോൾ വേഗം അത് ചേർന്ന് സ്കൂളിൽ ആ കൊല്ലം ഒരു 6ാം ക്ലാസ്സിൽ അപ്പോൾ ഭരതനാട്യം പഠിക്കാൻ ചേർന്നു. അപ്പോൾ അങ്ങനെ ഭരതനാട്യം പഠിച്ച് പിന്നെ അത് ഫോക്ക് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, പിന്നെ കഥാപ്രസംഗം, എല്ലാ ഫീൽഡും കൈകാര്യം. അതെ. ഇപ്പൊ ഞാൻ എൻ്റെ സ്കൂളിൽ എനിക്ക് അനുമോദനം ഉണ്ടായിരുന്നു. അപ്പൊ സ്കൂളില് എന്നോട് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശക്തിധരൻ മാഷ് എന്നൊക്കെ പറഞ്ഞ മാഷ് മലയാളം പഠിപ്പിക്കാൻ, സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന സാറൊക്കെ എൻ്റെ പേര് തന്നെ എൻ്റെ ചേട്ടൻ AR വിജയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്നെ ഇംഗ്ലീഷിൽ AR ആയതുകൊണ്ട് വിജയ എന്ന് ചേട്ടൻ ഇടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടന് സിനിമ നടി ഇഷ്ടമായിരുന്നു. അപ്പൊ എന്നെ അവര് AR വിജയ എന്ന് പറഞ്ഞ എപ്പോഴും AR വിജയ എന്ന് പറഞ്ഞ കളിയാക്കും സാർമാരത്. അപ്പൊ അങ്ങനെ സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാർ അപ്പോഴും എനിക്കൊരു കഥാപ്രസംഗം എഴുതരും സാറേ എന്നൊക്കെ പറഞ്ഞ ആ കഥാപ്രസംഗമൊക്കെ ഞാൻ അവിടെ പാടി. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ചേച്ചി ഇനി ഇവിടെ ഇത്തിരി നേരമല്ലേ ചേച്ചിനെ കിട്ടിയുള്ളൂ, കുറച്ച് നേരത്തേക്ക് ഞങ്ങൾക്ക് വേണം ചേച്ചിന്റെ ഇതൊക്കെ കേൾക്കാൻ. അപ്പൊ സ്കൂളിലെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഓർമ്മ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അപ്പൊ ആ ഗ്രൂപ്പിനോട് അവർക്ക് ഭയങ്കര താല്പര്യമായി ഇതൊക്കെ കേട്ടപ്പോൾ, പഴയ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. ഈ AR വിജയം എന്നുള്ള പേര് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പഴയ സിനിമാ നടി AR വിജയ തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പം അത്രയും ചുറുചുറുക്ക് അന്നും ഇന്നും ചേച്ചി ഇത്ര നല്ല ചുറുചുറുക്കൂടെ കൂടെ പോകുന്നല്ലോ, അതന്നെ ഭയങ്കര സന്തോഷം കാണുമ്പോൾ. അതൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ചേച്ചി അതിന് വലിയൊരു മാതൃക തന്നെയാണ്. പിന്നെ എന്തെങ്കിലും എഴുത്തോ മറ്റോ കാര്യങ്ങളോ അങ്ങനെ? ഞാൻ സ്കൂളിൽ ഈ പറഞ്ഞ സാറ് ഒക്കെ ഞങ്ങൾക്ക് 4 വരി കവിത എഴുതിക്കാൻ പറയും. അപ്പൊ ഞങ്ങള് കുറച്ച് പിള്ളേർ കവിത എഴുതിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കവിത എഴുതുമായിരുന്നു. അത് എന്തുകൊണ്ടാണോ അതാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് 2nd കവിത എഴുതുന്നതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഇൻസ്റ്റയിലൊക്കെ എഴുതി തുടങ്ങി എനിക്ക് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇൻസ്റ്റ എൻ്റെ മോള് ഒരുപാട് ഫോളോവേഴ്സ്, അത് ശരിയല്ലാത്ത ഫോളോവേഴ്സ്, അമ്മ ഡിലീറ്റ് ചെയ്യണം എന്നും പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പിന്നെ അതോടുകൂടി അത് നിർത്തി. അത് എഴുതുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്. ചെറിയ വാക്കുകളാണ്, അത് ഇത്രയും സ്ട്രൈക്ക് ചെയ്യുന്ന വാക്കുകളായിട്ട് എഴുതാറുണ്ട്. അത് ആഗ്രഹമുണ്ട് തുടരാൻ. ഇൻസ്റ്റ ഇനി ഓപ്പൺ ചെയ്യാൻ തന്നെ എനിക്ക് അത്രയും ഫോളോവേഴ്സ് ഉണ്ടായിട്ട് പിന്നെ നിർത്തിയപ്പോൾ ഒരു വിഷമായി. പിന്നെ ഫേസ്ബുക്കും അതെ ഒക്കെ, ഫേസ്ബുക്കിനോട് ഇഷ്ടം എനിക്ക് ഇൻസ്റ്റയോടായിരുന്നു. ഫേസ്ബുക്ക് ഉണ്ട് എനിക്ക്, ഞാൻ ഉപയോഗിക്കാറുണ്ട്. എഴുതുന്നു. അല്ല, ഇങ്ങനെയുള്ള പ്രതിഭകളൊക്കെ നമുക്ക് ഇപ്പൊ ഈ പേജുകളിലൂടെയും ആണ് ലോകം അറിയുന്നത്. അപ്പം പിന്നെ എൻ്റെ ജോലി ശരിക്കും ഞാനൊരു ഹാർഡ് വർക്ക് ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് എൻ്റെ എഴുത്തൊക്കെ മുങ്ങിപ്പോയത് ആ ജോലിയിലാണ്. ഞാൻ കേരളം മുഴുവനും മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ LIC അവർക്ക് ഞാനിപ്പോൾ ജോലി എടുക്കാത്തത് അവർക്ക് നഷ്ടമായിട്ട് ഇരിക്കുന്ന. ഞാൻ ഒരു 2012 ബ്രേക്ക് ചെയ്ത് കുറേ കാര്യങ്ങൾ, അതിൻ്റെ ചില പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട്. പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾ കുറച്ച് നടത്തണമല്ലോ. ഇത്രയും കാലം വീടിനും നാടിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വീട്ടുകാർക്കും ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി നീന്തലും എന്തെങ്കിലും നാടകമൊക്കെ ചെയ്യും. 3-4 നാടകം ചെയ്യുന്നു. ഇപ്പം നാടകം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം 25 വയസ്സായ ഒരാളായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അത് 20 വയസ്സൊന്നും പറയാം. അല്ല, അത് പറ്റും അല്ലേ? മുഖത്ത് ഒരു ചെറുപ്പം എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചേച്ചി ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും മനസ്സും ശരീരവും ഒരുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് വരാൻ പറ്റുന്നത്. 25 വയസ്സ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വലിയ അത്ഭുതം തോന്നുന്നില്ല. പിന്നെ വേറെ
മറ്റിനി എന്തെങ്കിലും ചെയ്യാൻ പുതിയതായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കലാകാരിയായിട്ട് ഒരു സെലിബ്രിറ്റി ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ലാത്തത് കൊണ്ട് ഈ എന്നെ കൂടുതൽ സ്വീകരിച്ചത് ഈ അന്താരാഷ്ട്ര സ്വിമ്മിങ്ങിൽ കൂടെയാണ്. അപ്പോൾ എനിക്ക് ആ പതാക എൻ്റെ മേത്ത് പതയ്ക്കുന്നതാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ സെറിമണി നേരത്ത്. ആ നേരത്ത് അത് ഞാൻ പതയ്ക്കുമ്പോൾ അതേ എന്നേലും കൂടുതൽ ഫീലിങ്സ് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായത്. അത് എനിക്ക് ഒരുപാട് വാല്യൂ കിട്ടി. എനിക്ക് ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്കും എന്നെ അത്രയ്ക്കും കുറേ ഫ്രണ്ട്സ് നമുക്ക് സിനിമയിലായാലും ഒക്കെ ഉണ്ട്. പഴയ ആളെന്ന നിലയിൽ ഞാൻ എല്ലാവരും ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ, ഷാജി കൈലാസ്, സത്യനന്ദിക്കാട്, കമൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ വലിയ പ്രമുഖരായ സിനിമാക്കാരുടെ അടുത്തൊക്കെ ഞാൻ ഷൂർ ചെയ്യാൻ പോകണം. അന്ന് എന്നോട് സിനിമയിൽ അഭിനയിക്കാൻ ഷാജി കൈലാസ് പറഞ്ഞിട്ട് ഞാൻ സിനിമ വേണ്ടാന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് അവർ തരാന്ന് വെച്ചാൽ ഇപ്പൊ അവരുടെ കയ്യിലൊന്നുമല്ല സിനിമകൾ. അതുകൊണ്ട് ഞാൻ ശരിക്കും ഇനി സെലിബ്രേറ്റ് ഒന്നും ആവൂല എന്നാകെ വിചാരിച്ചിരിക്കുന്ന ആ അവസരത്തിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾക്ക് വന്നു ചേർന്നത്. അത് ചെറിയ ഒരു അനുഭവം അല്ല, എന്നേലും ഫീൽ ചെയ്തത് എൻ്റെ കൂട്ടുകാർക്കാണ്, എന്നെ സ്നേഹിക്കുന്നവർക്ക്. അല്ല, ഈ പറയുന്ന കല എന്ന് പറഞ്ഞാൽ നമുക്ക് മരണം വരെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പൊ അത് വിടണ്ടെന്ന് തന്നെയാണ്. അതെ, കല നമുക്ക് താല്പര്യമാണ്. ഇനി ചെയ്യുമ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുരുടൻ എന്ന് പറഞ്ഞൊരു സിനിമ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മയക്കുമരുന്നിന് എതിരെ. അതിൽ നല്ലൊരു ഡയലോഗ്, നന്നായി ഡയലോഗൊക്കെയുള്ള സാമൂഹ്യ പ്രവർത്തകയായിട്ട് ആ സാമൂഹ്യ പ്രവർത്തക ട്വിസ്റ്റായി അടിച്ചുകൊണ്ട് വില്ലത്തിയാവണം. അവിടെയും കുറച്ച് നല്ല ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊരു വഴിത്തിരിവാവട്ടെ എന്ന് എനിക്കും കൂടുതൽ സംവിധായകർ കാണട്ടെ. ഇപ്പൊ കമൽ സാറ് നമ്മൾ നൈബറാണ്. പുള്ളി വിജയാഗ്രഹം ഞാൻ 8 മാസം കഴിയുമ്പോൾ ഞാൻ സിനിമ ചെയ്യുന്നുണ്ട്. അമ്പിളിച്ചേട്ടനും അതേപോലെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവർക്ക് അങ്ങനത്തെ റോള് എനിക്ക് എൻ്റെ ശരീരത്തിനനുസരിച്ചൊരു റോള് എഴുതാൻ അവർക്ക് വേണ്ടേ. അങ്ങനെയാണെങ്കിലല്ലേ നമുക്കത് കിട്ടാനൊരു ഭാഗ്യം ഉണ്ടാവുള്ളൂ. അതും കൂടെ ഒരു ആഗ്രഹമുണ്ട്. എപ്പോഴും ചേച്ചി എപ്പോഴും പോസിറ്റീവാണ്, പോസിറ്റീവ് വൈബ് എപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ വലിയ പാടൊന്നുമില്ല. നമ്മളെ എല്ലാവരും കണ്ടറിയണമല്ല, ഭാഗ്യം കൂടെ വേണമല്ല, അറിയാനും നമുക്കത് അനുഭവിക്കാനൊക്കെ ഒരു സമയം വേണമല്ലോ. ഈ പുഴ നീന്തിക്കിടക്കാൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് നേരത്തെ ചേച്ചി പറഞ്ഞില്ലേ, അതെന്തൊക്കെയാണ്? അത് ഈ LKG തുടങ്ങി PG വരെ അവിടെ കുട്ടികളുടെ LKG സ്റ്റുഡൻസ് അങ്ങനെ PG വരെയുണ്ട്. അപ്പോൾ ഈ PG കഴിഞ്ഞിട്ട് വേണം സാറിന് 3 കാര്യങ്ങൾ ചെയ്ത് ഉറപ്പ് കൊടുത്താലോ എന്ന് ചിന്തിക്കുള്ളൂ. പുഴ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ആ പുഴയുടെ അടിയിലേക്ക് സാറ് ഒരു വഞ്ചിക്ക് വന്നിട്ട് നമ്മളെ ചവിട്ടി താത്തും. ഇപ്പോൾ ഒരു പിടി മണ്ണ് വാരി സാറിന് കൊടുക്കണം. വാരി എടുത്താൽ മതി, കൊടുക്കണമെന്നില്ല. അങ്ങനെ ഒന്നുണ്ട്. 2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ടയർ പോലത്തെ ചില നീന്തി പോകണമല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് മറിഞ്ഞ് കൊടുക്കണം. ഈ പുഴയുടെ അടിയിലോട്ട് പോകുമ്പോൾ സേഫ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല. സാറ് ചവിട്ടി താത്തണത് ആ താത്തി പോയി ആ മണ്ണെടുത്തോണ്ട് വരുന്നുള്ള അത് വേറൊരാള് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ചെയ്യാൻ പറ്റും. വെള്ളത്തിനോട് അടുപ്പുള്ള ആളായതുകൊണ്ട് അങ്ങനെ ഞങ്ങള് ചെയ്തതാണ്. എല്ലാവർക്കും പേടിയുണ്ട്, ഓരോരുത്തർക്കും പേടിയുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ PG ക്ലാസ്സിൽ 2 ക്ലാസ് നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സാണ്. അതിൽ ഒരു ദിവസം 1 മണിക്കൂർ ഓരോടും തൊടാതെ ഇങ്ങനെ കെട്ടിയിട്ടടുത്ത് തൂണുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ പില്ലർ വലുതുണ്ടല്ലേ മരത്തിൻ്റെ, അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ തൊടാതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. വേറെ പഴയ സീനിയേഴ്സൊക്കെ നീന്തി കടന്നവരൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും, വഞ്ചിക്കും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്നും തൊടാതെ 1 മണിക്കൂർ നീന്തണം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 2 മണിക്കൂർ ആ PG ക്ലാസ്സിൽ നീന്തണം. അങ്ങനെയുള്ളവരെ കണ്ടിന്യൂ ആയിട്ട് ഒന്നും തൊടാതെ നീന്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് രണ്ടും ഇതിൽ കൂടെ അങ്ങനെ 3 കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ പിറ്റേ ദിവസം ഇന്ന സമയത്ത് വെളുപ്പിന് നീന്താൻ കൊണ്ടുപോകും. അതിൽ ഇങ്ങനെ സെലക്ട് ആയാലും മാത്രം കൊണ്ടുപോകും.
സജീവ് ആളശ്ശേരി എന്നാണ് ആ സാറിൻ്റെ പേര്. ആ സാർ ആലുവയിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട്. 1000-ഓളം ആൾക്കാരെ ഒരു ദിവസം പഠിപ്പിക്കാന്നാണ് സാറ് പറയണത്. 1000-ഓളം ആൾക്കാരെ ഒരു ദിവസം സാറ് പഠിപ്പിക്കാം. പഠിപ്പിക്കാം. അപ്പൊ അത്രയും ചിലപ്പോ അത്രയും പേര് വന്നില്ലെങ്കിൽ സാറ് അങ്ങനെ പ്രോമിസ് നിൽക്കുന്നു, ഇങ്ങനെ 1000 പേരെ കൊണ്ടുവന്നോളൂ, വന്നോളൂ. അത് വലിയൊരു അവസരമാണ് പറവൂർക്കാർക്കും ആലുവക്കാർക്കും എറണാകുളത്താർക്കും. ഇപ്പൊ നല്ല രൂപയാണ്. ഇപ്പൊ എൻ്റെ പേരക്കുട്ടി ഇവിടെ ചാവറദർശനിൽ പഠിക്കുന്നത്. കഴിഞ്ഞ ഫീസൊന്നല്ല, ഇപ്പൊ 4 ഇരട്ടി ഫീസാണ്. ഒരു മാസം കൊടുക്കണം. 2000 രൂപ ഒരു മാസം ഫീസാണ്. ആകെ 2000 രൂപ ഫീസ് ഉണ്ടായിരുന്നുള്ള അങ്ങനെ കയറിയിരിക്കണം ഇപ്പൊ. അപ്പോൾ ഇതൊരവസരം. സാർ പറയുന്ന ഒരാളും ഇവിടെ മുങ്ങി മരിക്കരുത്, ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുക, ഇങ്ങോട്ടേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ. ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു? ഫ്രീ ആയിട്ട് സാർ മാത്രം പഠിപ്പിക്കുന്നു. ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്ന വേറെ സാറുമാരൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കൂടെ നീന്തൽ പഠിക്കുന്ന പിള്ളേർ ചില ദിവസങ്ങളിൽ അവർക്ക് മത്സരമുള്ള സമയത്തൊക്കെ എൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞുമക്കളൊക്കെ എൻ്റെ കൂടെ നീന്താൻ വരുമ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ മൂകാംബി കുളത്തിലാണ്, പുഴയിൽ പോയി നീന്തി. അപ്പോൾ ഒരു അവസരം ഇവിടെ അമ്പലക്കുളത്തിൽ നീന്താൻ എല്ലാവർക്കും ഒരു അവസരം കിട്ടി. ഈ ഫിനാൻഷ്യൽ സാറായതുകൊണ്ട് സാറ് അമ്പലക്കുളത്തിൽ നീന്താൻ വേണ്ടി അവസരം ചോദിച്ചപ്പോൾ അവർ കൊടുക്കൂലെന്ന് പറയുന്നു. അപ്പോൾ വെള്ളക്കടലാസിൽ എഴുത്തരുമെന്നൊക്കെ ചോദിച്ച് പറഞ്ഞപ്പോൾ ഒരു മൗനം സമ്മതമായിട്ട് ഇപ്പോൾ ഞങ്ങളെ ഈ മൂകാംബിക്കുളം ഞങ്ങൾക്ക് നീന്താൻ തന്നിട്ടുണ്ട്. വലിയൊരു അനുഗ്രഹമാണ് പറവൂർക്കാരുടെ. നീന്താൻ എല്ലാവരും വന്നു കഴിഞ്ഞാൽ എനിക്കും കൂട്ടായി. എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, 2 പിള്ളേർ, 3 പേരക്കുട്ടികൾ. പേരക്കുട്ടികളെ നീന്താൻ വിളിക്കുകയാണ്. അവർ അത്ലറ്റിക്കൊക്കെ ആയിട്ടാണ് ഇഷ്ടം. കലാകാരിയാവാനും ആഗ്രഹമൊക്കെ ഉണ്ട്. അവർ നമ്മളെ പോലെയൊക്കെ ഇൻട്രസ്റ്റ് ചില കാര്യങ്ങളിലൊക്കെയാണ്. നമ്മളുടെ ഇൻട്രസ്റ്റുകളൊക്കെ അവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇതുപോലെ ചേച്ചിയുടെ എല്ലാ കഴിവുകളും അവർക്കുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം. കലാപരമായും സ്പോർട്സ്പരമായും എല്ലാം. ഞാൻ അവരെ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പഠിപ്പിക്കും. എനിക്ക് ആഗ്രഹിച്ചത് കിട്ടാത്ത പാട്ട് മാത്രമേ പാട്ട് പഠിക്കാൻ മാത്രം പറ്റിയിട്ടില്ല. അപ്പോൾ അവരെ പാട്ടിലേക്കാണ് ഞാൻ ആദ്യം കൊണ്ടുവന്നത്. വയലിൻ, പാട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ അവർ ചെയ്യും. ഡാൻസ് ഞാൻ ചെയ്താറുണ്ട്. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അവർ ഡാൻസ് പഠിപ്പിക്കാൻ. അതിന് മാത്രം സമയം ചെലവഴിക്കാൻ ഞാൻ നിന്നില്ല. ബാക്കി അവരെ സ്പോർട്സൊക്കെ ഇപ്പം അവൾ ഇവിടുത്തെ ഫുട്ബോൾ പ്ലെയറാണ് സമൂഹ സ്കൂളിൽ. മറ്റേ വോളിബോൾ ചെയ്ത് അവർക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ ഇളയത് നീന്തൽ താല്പര്യമുണ്ട്, മൂത്തോൾക്ക് നീന്തൽ താല്പര്യമില്ല. മോളുടെ കുട്ടിക്ക് എല്ലാം താല്പര്യമുണ്ട്. എൻ്റെ പോലെയാണ്. മക്കൾ രണ്ടും അങ്ങനെയല്ല. മക്കൾക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഒന്നും ഒരു പ്രസൻറ്റ് ചെയ്യൂല ആരെങ്കിലും. അവർക്ക് നാണക്കേടാണ്. മോള് ഷെഫാണ്. മോള് സെലിബ്രിറ്റി ഷെഫ് പിള്ളേരെ ഹോട്ടൽ ഖത്തറിൽ പേസ്ട്രി ഷെഫായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ചാൻസ് വേണമെങ്കിൽ ഞാൻ മേടിച്ചുതരാം കുക്കറി ഷോക്കൊക്കെ. അവളോട് എനിക്ക് നാണാവുന്നു. പിന്നെ ചേച്ചി പറഞ്ഞില്ലേ ഡ്രാമയിൽ ഈയിടെ 20-25 വയസ്സുള്ള ക്യാരക്ടർ ചെയ്തു. അപ്പം എനിക്കൊരു കാര്യം അറിയാനുള്ളത്, ഒരു 60+ ഏജുള്ള ഒരാൾ ആ ഒരു ക്യാരക്ടറിലേക്ക് വന്ന് ചെയ്ത് അത് വിജയിപ്പിക്കുമ്പോൾ ചേച്ചിയുടെ ഒരു ഉന്മേഷം ഇതെല്ലാം കൊണ്ടാണ്. എങ്ങനെയാണ് ഈ ഒരു സ്കിൻ കെയർ എങ്ങനെയാണ് നിലനിർത്തുന്നത്? ഇത്രയും ഭംഗിയായി, നല്ല സുന്ദരിയാണ് കാണാൻ, വേണ്ടാണ് നല്ല ഭംഗിയായി എങ്ങനെ നിലനിർത്തുന്നു? അതിനെന്തെങ്കിലും പ്രത്യേക പൊടിക്കൈകൾ വല്ലതും ചെയ്യാൻ? എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിമാർ ഞങ്ങൾ 7 പെൺപിള്ളേരല്ല. എല്ലാവർക്കും ഒരു 5 വയസ്സ് കളയാനായിട്ട് തോന്നാറുള്ളൂ. അതെന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോൾ സ്പോർട്സിൽ ഇപ്പോൾ ഈ സ്വിമ്മിങ്ങിന് പോകുമ്പോഴേ അവർ ചോദിക്കേണ്ടി നിൻ്റെ അമ്മ സ്കൂളിൽ നേരത്തെ ചേർത്തിരുന്നു, നിനക്ക് ഇത്രയും വയസ്സൊന്നും ആയിട്ടില്ല എന്ന് അവർ പറയുമോ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചേച്ചിമാരൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചേച്ചിമാർക്കൊക്കെ എപ്പോഴും ഏജ് കുറച്ച് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്തിരി ഏജ് തോന്നിക്കുന്നത്. ചേച്ചി വേറെ ഈ പ്രോഗ്രാം, TV ചാനലുകൾ പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇത് ഈ കൊറോണ സമയത്ത് നമുക്ക് ഒരു ചിരി ഒമ്പർച്ചിരി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം വന്നല്ലോ. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞങ്ങൾ, എൻ്റെ കൂട്ടുകാരി ആനിങ്ങവെ 10-30 സിനിമയിലൊക്കെ ഉള്ളതാണ് ആനിങ്ങവരുടെ വരാപ്പുഴ. പുള്ളിക്കാരത്തി ഞാനും കൂടി കമ്പയിൻ ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്ത് അതിൽ കുഴപ്പമില്ലാതെ ചെയ്ത്. പിന്നെ പുള്ളിക്കാരത്തി കൊറോണ പിടിച്ച് പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിനോട് ഇത്തിരി ഇഷ്ടം കുറഞ്ഞ ആളാണ്. അപ്പോൾ
പുള്ളിക്കാരത്തി എപ്പോഴും നമുക്ക് ചെയ്യാം, വേറെ ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ചെയ്യാൻ വരണട്ടോ എന്നാണ്. പല പ്രാവശ്യവും ഞങ്ങൾ വിളിക്കുകയും ചെയ്തു. അന്ന് ഒരുപാട് പ്രാവശ്യം വിളിച്ചു. പക്ഷെ പുള്ളിക്കാരത്തി അപ്പം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അന്ന് 1 man show പോലത്തെ പ്രോഗ്രാം ഇല്ലായിരുന്നു അതിൽ. പിന്നെയാണ് അതൊക്കെ വന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു അങ്ങനെയെങ്കിലും പോയി ചെയ്താലോ. ഈ പറഞ്ഞ മാതിരി ഞാൻ പറയുമ്പോൾ കുറച്ചധികം കാട് കയറുമെന്നൊരു പേടിയാണ്. ഞാനത് നിർത്തി, വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ ഒരു ബമ്പറടിച്ചൊരു കുട്ടി എന്നോട് കൊല്ലത്ത് ഈ കുരുട സിനിമയിൽ അഭിനയിച്ച എൻ്റെ കൂടെ അഭിനയിച്ചവരൊന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അത് പോരായിരിക്കും, അടുത്ത ഇത് കാണാം. ചേച്ചിക്ക് ഈ സ്പോർട്സിലും കലാപരമായ കാര്യങ്ങളിലും സാഹിത്യപരമായ കാര്യങ്ങളിലും എല്ലാം പിന്നെ നിരവധി അവാർഡുകൾ, മെഡലുകളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല അവസരങ്ങളിലേക്ക് പോട്ടെ. ഇനി മത്സരങ്ങളിലോ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഈശ്വരൻ നല്ല അനുഗ്രഹങ്ങളും ആയുസ് ആരോഗ്യവും എല്ലാം തരട്ടെ എന്ന് വളരെയധികം ആശംസിച്ചുകൊണ്ട് താങ്ക് യു സിസ്റ്റർ.